ഗൈസ്, അപ്പം ഇന്നത്തെ വീഡിയോ കാനഡ സ്റ്റഡി പെർമിറ്റ് എക്സ്റ്റൻഷനെ പറ്റിയിട്ടാണ്. അപ്പം നമ്മളൊരു കാനഡയിൽ വന്നിട്ട് 1 ഇയർ കഴിയുമ്പോൾ നമ്മൾ സ്റ്റഡി പെർമിറ്റ് എക്സ്റ്റെൻഡ് ചെയ്യണം അല്ലേ. അപ്പം അത് എങ്ങനെയാണെന്ന് ഞാൻ സിമ്പിളായിട്ട് പറഞ്ഞു തരാം. വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല, നിങ്ങൾക്ക് തന്നെ ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പം നമ്മളിത് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുൻപ് എപ്പോഴും ഓർക്കണം, നമ്മൾ സ്റ്റഡി പെർമിറ്റ് എപ്പോഴാണോ എക്സ്പയർ ആകുന്നത് അതിൻ്റെ ഒരു 30 days മുൻപിലെങ്കിലും നമ്മളിത് അപ്ലൈ ചെയ്തിരിക്കണം. 1 month മുമ്പ് നമ്മൾ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്തിരിക്കണം. ഒരു 90 days മുമ്പ് ചെയ്യാൻ വേണ്ടി തുടങ്ങാം, പക്ഷേ അറ്റ്ലീസ്റ്റ് 1 month മുമ്പിലെങ്കിലും ഇത് ചെയ്തിരിക്കണം. അത് കഴിയാൻ പാടില്ല. അപ്പോൾ നമ്മളിത് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുൻപ് എപ്പോഴും നിങ്ങളുടെ GC കീയും പാസ്വേഡും നിങ്ങളുടെ കയ്യിലുണ്ടെന്ന് ഉറപ്പുവരുത്തുക. അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ഇല്ലെന്നുണ്ടെങ്കിൽ ഏജൻസിനോട് ചോദിച്ചിട്ട് GC കീയും പാസ്വേഡും അതുപോലെ തന്നെ സെക്യൂരിറ്റി ക്വസ്റ്റ്യൻസും അതിൻ്റെ ആൻസേഴ്സും കളക്ട് ചെയ്ത് വെക്കുക. അതുണ്ടെങ്കിൽ നമുക്ക് ഫ്രണ്ടിലോട്ട് പോകാൻ വേണ്ടി പറ്റത്തുള്ളൂ. ഇനി സെക്കൻഡ്ലി, നിങ്ങൾ ഏത് ലാപ്ടോപ്പാണോ യൂസ് ചെയ്യുന്നത് ആ ലാപ്ടോപ്പിൽ അഡോബ് അക്രോബാറ്റ് ഉണ്ടെന്ന് ഉറപ്പ് വരുത്തുക. കാരണം അതുണ്ടെങ്കിൽ മാത്രമേ നമുക്കൊരു PDF ഓപ്പൺ ചെയ്തിട്ട് അതിൽ നമുക്ക് എഡിറ്റ് ചെയ്തിട്ട് അപ്ലോഡ് ചെയ്യാൻ വേണ്ടി പറ്റത്തുള്ളൂ. ഇനി തേർഡ്ലി, നമുക്കിനകത്ത് 5 documents ആണ് അപ്ലോഡ് ചെയ്യാൻ വേണ്ടി വേണ്ട. അപ്പോൾ ആ ഡോക്യുമെൻറ്റ്സ് ആദ്യം തന്നെ സ്കാൻ ചെയ്ത് ഡെസ്ക്ടോപ്പിൽ ഇടുകയാണെന്നുണ്ടെങ്കിൽ ഇടയ്ക്ക് നിങ്ങൾക്ക് പോയി സ്കാൻ ചെയ്യുന്ന ആ ഒരു ടൈം ഒഴിവാക്കാം. അപ്പോൾ കാരണം ഈ സെഷൻ എക്സ്പയർ ആകാൻ വേണ്ടി തുടങ്ങും. അപ്പം ആദ്യം ഏതൊക്കെ ഡോക്യുമെൻറ്റ്സാണ് വേണ്ടതെന്ന് ചോദിച്ചാൽ, ആദ്യം പാസ്പോർട്ട് സ്കാൻ ചെയ്ത് ഇടുക. സെക്കൻഡ്ലി, ഓഫർ ലെറ്റർ. 2 year കോഴ്സ് ആണെന്നുണ്ടെങ്കിൽ ആദ്യം നിങ്ങൾക്ക് കിട്ടിയ ഓഫർ ലെറ്റർ തന്നെ സ്കാൻ ചെയ്തിടുക. 1+ രണ്ടാമത്തെ കോഴ്സാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ രണ്ടാമത്തെ ഓഫർ ലെറ്റർ സ്കാൻ ചെയ്തിട്ടേക്കുക. ഡിജിറ്റൽ ഫോട്ടോ വേണം, വൈറ്റ് ബാക്ക്ഗ്രൗണ്ടിലുള്ള. നമ്മൾ നാട്ടിൽ നിന്ന് എടുത്ത ഫോട്ടോ മതി, പുതിയതായിട്ട് പോയി എടുക്കുകയൊന്നും വേണം. നാട്ടിൽ നിന്ന് എടുത്ത് അത് തന്നെ JPEG ഫോമാറ്റിൽ സേവ് ചെയ്തിട്ടിരിക്കുക. പിന്നെ നമ്മുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് വേണം. ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് തന്നെ നമുക്കിവിടെ ഒരു ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ഉണ്ട്, നമുക്ക് ഫീസൊക്കെ അടയ്ക്കാൻ പറ്റുമെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിൽ നമ്മുടെ ജോബ് ഓഫർ ലെറ്റർ വെക്കാം. പിന്നെ നമ്മുടെ പേ സ്റ്റബുകൾ കാണിക്കാം, അല്ലെങ്കിൽ GIC ബാക്കി റിമൈനിങ് ഉണ്ടെങ്കിൽ അത് കാണിക്കാം. അതുപോലത്തെ നമ്മുടെ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റും വേണമെന്നുണ്ടെങ്കിൽ കാണിക്കും. ഇതെല്ലാം കമ്പൈൽ ചെയ്ത് ഒരു ഡോക്യുമെൻ്റ് ആക്കി വേണം ഫിനാൻഷ്യൽ ഡോക്യുമെൻറ്റ്സിൽ അപ്ലോഡ് ചെയ്യാൻ വേണ്ടി. കുറേ ഓപ്ഷൻസ് ഇല്ല, ഒരൊറ്റ ഡോക്യുമെൻ്റ് ആയിട്ട് നമുക്ക് അപ്ലോഡ് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പോൾ പേ സ്റ്റബോ നിങ്ങളുടെ ജോബ് ഓഫർ ലെറ്ററോ അല്ലെങ്കിൽ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റോ ഒരുമിച്ചങ്ങ് മെർജ് ചെയ്തിട്ടിട്ട് ഡോക്യുമെൻ്റായിട്ട് അപ്ലോഡ് ചെയ്താൽ മതി. പിന്നെ വേണ്ടാണ് മെഡിക്കൽ. നമ്മൾ നാട്ടിൽ നിന്ന് മെഡിക്കൽ ചെയ്ത റിപ്പോർട്ടില്ലേ, അതും നമ്മൾ സ്കാൻ ചെയ്ത് വെക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ്, ഈ 5 കാര്യങ്ങൾ നമ്മൾ സ്കാൻ ചെയ്ത് ഡെസ്ക്ടോപ്പിൽ അങ്ങ് ഇട്ടേക്കണം. മെഡിക്കൽ ചിലപ്പോൾ എക്സ്പയർ ആയി പോയിരിക്കും, പക്ഷെ എന്നാലും കുഴപ്പമില്ല, അത് നമ്മൾ ചെയ്തതിൻ്റെ പ്രൂഫായിട്ട് നമ്മളവിടെ വെച്ചേക്കാം. ഇനി ഇത് ചെയ്യുന്നതിന് മുൻപ് ഇത്രയും കാര്യങ്ങൾ ഉറപ്പുവരുത്തുക, എന്നിട്ടേ സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം തന്നെ Canada.ca വെബ്സൈറ്റിൽ പോവാം. അത് ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കിനും നമുക്ക് ലാംഗ്വേജ് ഓപ്ഷൻ സെലക്ട് ചെയ്യാൻ വേണ്ടി വരും. അപ്പം ഇംഗ്ലീഷ് സെലക്ട് ചെയ്യുക. അപ്പം എന്നിട്ട് ഫ്രണ്ടിലോട്ട് പോകുമ്പോഴത്തേക്കിനാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു വെബ് പേജ് ഓപ്പൺ ആകും. ഈ വെബ് പേജിനകത്ത് നമുക്ക് മെനുവിൽ പോവുക. എന്നിട്ട് ഇമിഗ്രേഷൻ ആൻഡ് സിറ്റിസൺഷിപ്പിൽ ക്ലിക്ക് ചെയ്യുക. മൈ ആപ്ലിക്കേഷൻ സെലക്ട് ചെയ്യുക. അതിനകത്ത് സൈൻ ഇൻ ഓർ ക്രിയേറ്റ് ആൻ അക്കൗണ്ട് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് 3 ഓപ്ഷൻസ് ആണ് വരുന്നത്. GC കീ, പിന്നെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്ന ഓപ്ഷൻ ഉണ്ട്. പിന്നെ സെക്കൻഡ് ഓപ്ഷൻ സൈൻ വിത്ത് പാർട്ട്ണറാണ്. നമ്മുടെ ബാങ്കിങ് ഇൻഫർമേഷൻ വെച്ചിട്ട് നമുക്ക് വേണമെങ്കിൽ അതിനകത്ത് സൈൻ ഇൻ ചെയ്യാം. നമ്മൾ ഓപ്ഷൻ 1 ആണ് യൂസ് ചെയ്യുന്നത്. അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കിനാണെന്നുണ്ടെങ്കിൽ നമുക്ക് യൂസർ നെയിം ആൻഡ് പാസ്വേഡ് ചോദിക്കും. അത് എൻ്റർ ചെയ്യുക, സൈൻ ഇൻ ചെയ്യുക. യൂസർ നെയിമും പാസ്വേഡും എൻ്റർ ചെയ്യുമ്പോഴത്തേനും കണ്ടിന്യൂ ഓപ്ഷൻ വരും. കണ്ടിന്യൂ ചെയ്യുക. ടേംസ് ആൻഡ് കണ്ടീഷൻസ് അത് ആക്സെപ്റ്റ് ചെയ്ത് കൊടുക്കുക. ആക്സെപ്റ്റ് ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്കിനാണെന്നുണ്ടെങ്കിൽ നമ്മുടെ സെക്യൂരിറ്റി ക്വസ്റ്റ്യൻ നമ്മളോട് ചോദിക്കും. ഫേവറേറ്റ് ഫ്ലവർ, ഫേവറേറ്റ് പെന്ന്, അങ്ങനെ നിങ്ങൾ ഏതാണോ ആൻസർ കൊടുത്തിരുന്നത് ആൻസർ എൻ്റർ ചെയ്യുക, കണ്ടിന്യൂ ചെയ്യുക. എന്നിട്ട് അപ്ലൈ ടു കം ടു കാനഡയിൽ ക്ലിക്ക് ചെയ്യുക. പേഴ്സണൽ റെഫറൻസ് കോഡ് ഉണ്ടോ എന്ന് ചോദിക്കുക. അത് നമുക്കില്ല. 3 ഓപ്ഷൻസ് ആണുള്ളത്: വിസിറ്റർ വിസ, സ്റ്റഡി, വർക്ക് പെർമിറ്റ്, പിന്നെ എക്സ്പ്രസ് എൻട്രി, പിന്നെ IEC കാറ്റഗറി. നമുക്ക് ആദ്യത്തെ ഓപ്ഷനാണ് വേണ്ടത്, വിസിറ്റർ വിസ, സ്റ്റഡി ഓർ വർക്ക് പെർമിറ്റ്. അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് കുറേ ക്വസ്റ്റ്യൻസ് ചോദിക്കും. വാട്ട് വുഡ് യു ലൈക്ക് ടു ഡു ഇൻ കാനഡ? അത് നമുക്ക് സ്റ്റഡിയാണ്. ഹൗ ലോങ് ആർ യു പ്ലാനിങ് ടു സ്റ്റേ ഇൻ കാനഡ? ടെമ്പററിലി മോർ ദാൻ 6 months. എല്ലാ കോഴ്സും 8 months കൂടുതലുണ്ട് അല്ലേ. അപ്പം സെലക്ട് എ കോഡ്. നമ്മുടെ പാസ്പോർട്ടിൻ്റെ കോഡ് ഇന്ത്യ IND സെലക്ട് ചെയ്യുക. പിന്നെ നമ്മുടെ കൺട്രി ഓഫ് റെസിഡൻസ് ഇപ്പം കാനഡയാണ്. പിന്നെ ഫാമിലി മെമ്പർ ആരെങ്കിലും ഉണ്ടോ, കനേഡിയൻ സിറ്റിസണോ PR ഉള്ള ആൾക്കാരെ ഉണ്ടെങ്കിൽ യെസ് കൊടുക്കുക. പിന്നെ ഡേറ്റ് ഓഫ് ബർത്ത് എൻ്റർ ചെയ്യുക. പിന്നെ US സിറ്റിസൺഷിപ്പ് ഒക്കെ ഉണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ട്. നോ കൊടുക്കുക. നെക്സ്റ്റ് കൊടുക്കുക. പിന്നെ കറണ്ട് ഇമിഗ്രേഷൻ സ്റ്റാറ്റസ് സ്റ്റുഡൻ്റ് ആണ്, നെക്സ്റ്റ് അടിക്കുക. പിന്നെ മാരിറ്റൽ സ്റ്റാറ്റസ് ചോദിച്ചിട്ടുണ്ട്. മാരീഡ് ആണെങ്കിൽ യെസ് കൊടുക്കുക. പിന്നെ നമ്മൾ ഏതാണ് നമ്മുടെ ഡെസ്റ്റിനേഷൻ, ഏത് പ്രൊവിൻസിലാണ് നമ്മൾ ഏറ്റവും കൂടുതൽ നിൽക്കുന്നത്, നമ്മൾ വേറെ പ്രൊവിൻസിൽ പോകുന്നുണ്ടെങ്കിൽ പോലും കൂടുതലും എവിടെയാണ് അത് കൊടുക്കുക. നമ്മൾ ഇപ്പോൾ ഒണ്ടാരിയോ ആണെങ്കിൽ ഒണ്ടാരിയോ എന്ന് കൊടുക്കുക. ഇപ്പം ബ്രിട്ടീഷ് കൊളംബിയ ആണെങ്കിൽ അത് കൊടുക്കുക നമ്മുടെ. അപ്പം പിന്നെ നമുക്ക് 2 ഓപ്ഷൻസ് ആണ് കണ്ടിന്യൂ ചെയ്യുമ്പോൾ കിട്ടുന്നത്, സ്റ്റഡി പെർമിറ്റും ടെമ്പററി റെസിഡൻറ്റ് വിസ. നമുക്ക് സ്റ്റഡി പെർമിറ്റ് ആണ് വേണ്ടത്, അത് കണ്ടിന്യൂ ചെയ്യുക.
എന്നിട്ട് നമ്മൾ കൊടുത്തിരിക്കുന്ന ആൻസേഴ്സിനെ ബേസ് ചെയ്തിട്ട് നമുക്കൊരു ചെക്ക് ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യുക അവർ. അതെല്ലാമാണ് നമ്മൾ അപ്ലോഡ് ചെയ്യേണ്ടത്. അത്രയും കാര്യങ്ങളാണ് നമ്മൾ സബ്മിറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ അത് ജസ്റ്റ് വായിച്ചു നോക്കുക, എന്നിട്ട് കണ്ടിന്യൂവിൽ ക്ലിക്ക് ചെയ്യുക. ഓക്കെ ഓക്കെ അന്നേരം നമുക്ക് പിന്നെയും ക്വസ്റ്റ്യൻ ചോദിക്കും, നമ്മൾ ഏതെങ്കിലും ഫാമിലി മെമ്പറിനെയാണ് അക്കോമ്പനി ചെയ്യുന്നതെന്ന്. നമ്മൾ ഓൾറെഡി ഇവിടെ നിന്ന് എക്സ്റ്റെൻഡ് ചെയ്യല്ല. അപ്പോൾ യെസ് നോ കൊടുക്കുക. ഡു യു വോണ്ട് ടു അപ്ലൈ ഫോർ വർക്ക് പെർമിറ്റ്? കോപ്പ് ഉള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ കോപ്പ് വർക്ക് പെർമിറ്റിനും കൂടെ അപ്ലൈ ചെയ്യുക, ഇല്ലെങ്കിൽ നോ കൊടുക്കുക. പിന്നെ നമ്മുടെ എക്സ്പയറി ഡേറ്റ്, നമ്മുടെ സ്റ്റാറ്റസ്, നമ്മുടെ സ്റ്റഡി പെർമിറ്റ് എപ്പോഴാണ് എക്സ്പയർ ആകുന്നത് അത് കൊടുക്കുക. ഇയറും മന്തും ഡേയും സെലക്ട് ചെയ്യുക. അത് സ്റ്റഡി പെർമിറ്റ്, നമ്മുടെ ഇരിക്കുന്ന സ്റ്റഡി പെർമിറ്റിനകത്തുണ്ട് എക്സ്പയറി ഡേറ്റ്, അതുപോലെ തന്നെ നിങ്ങൾ അത് എൻ്റർ ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അതിനകത്ത് നോക്കി കൺഫേം ചെയ്തിട്ട് മാത്രം എൻ്റർ ചെയ്താൽ മതി. പിന്നെ ഡൗട്ട് ഉണ്ടെങ്കിൽ മോഡിഫൈ ആൻസേഴ്സിൽ പോവുകയാണെന്നുണ്ടെങ്കിൽ അതിൽ ക്ലിക്ക് ചെയ്യുവാണെങ്കിൽ നമ്മൾ കൊടുത്തിരിക്കുന്ന ആൻസേഴ്സ് നമുക്ക് മോഡിഫൈ ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, അത് കൊടുക്കുക, എന്നിട്ട് നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുക. ഓക്കെ, പിന്നെ മെഡിക്കൽ പെർഫോം ചെയ്തിട്ടുണ്ടോ? അപ്പം നിങ്ങളുടെ എക്സ്പയർ ആയെങ്കിൽ ഇപ്പോൾ ഓൾറെഡി എക്സ്പയർ ആയെങ്കിൽ പോയെങ്കിൽ പോലും നിങ്ങൾക്ക് അത് യെസ് കൊടുക്കാം. നമുക്ക് ഓൾറെഡി നമ്മൾ ചെയ്ത കാര്യങ്ങളല്ലേ. അപ്പോൾ എൻ്റെ എക്സ്പയർ ആയിരുന്നു, പക്ഷെ ഞാൻ യെസ് കൊടുത്തിട്ട് എൻ്റെ ആ ഒരു മെഡിക്കൽ റിപ്പോർട്ട് തന്നെയാണ് ഞാൻ അപ്ലോഡ് ചെയ്തത്. അപ്പോൾ യെസ് കൊടുക്കുക, നെക്സ്റ്റ് കൊടുക്കുക. ഓക്കെ, എന്നിട്ട് ഡു യു വോണ്ട് സബ്മിറ്റ് ആൻ ആപ്ലിക്കേഷൻ ഫോർ എ ഫാമിലി മെമ്പർ? നമ്മുടെ കൂടെയുള്ള ആർക്കെങ്കിലും വേണ്ടിയിട്ട്, ഫാമിലി മെമ്പറിന് വേണ്ടിയിട്ട് നമ്മൾ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യണോ? അത് യെസ് ചെയ്യുന്നുണ്ടെങ്കിൽ യെസ് കൊടുക്കുക, അല്ലെങ്കിൽ നോ കൊടുക്കുക. എന്തെങ്കിലും ഒരു ഡൗട്ട് നിങ്ങൾക്ക് വരികയാണെങ്കിൽ ഈ മണ്ടയിൽ കണ്ടോ സ്റ്റാർട്ട് അഗെയിൻ, മോഡിഫൈ മൈ ആൻസേഴ്സ്, അങ്ങനെ കുറേ ഓപ്ഷൻസ് ഉണ്ട്. ആ മോഡിഫൈ മൈ ആൻസേഴ്സ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ, ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഏതൊക്കെയാണോ ആൻസർ കൊടുത്തിരിക്കുന്നത് അത് ഓപ്പൺ ആയിട്ട് വരും. അപ്പം അത് നിങ്ങൾ ഒന്നുകൂടെ ക്രോസ് ചെക്ക് ചെയ്ത് നോക്കുക. എഡിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എഡിറ്റ് ചെയ്യുക, എന്നിട്ട് ഫ്രണ്ടിലോട്ട് പോവുക. എന്തെങ്കിലും ഒരു ഡൗട്ട് തോന്നുവാണെന്നുണ്ടെങ്കിൽ പുറകോട്ട് പോയിട്ട് നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാം. എന്നിട്ട് റിട്ടേൺ ടു യുവർ ഓൺലൈൻ ആപ്ലിക്കേഷനിൽ ക്ലിക്ക് ചെയ്താൽ മതി, നമുക്കത് കണ്ടിന്യൂ ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ക്രോസ് ചെക്ക് ചെയ്ത് നോക്കുക. ഇനി തിരിച്ചു വരിക. അപ്പോൾ നിങ്ങൾക്ക് ഫാമിലി മെമ്പറിന് ആരെങ്കിലും അപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ യെസ് കൊടുക്കുക, അല്ലെങ്കിൽ നോ കൊടുക്കുക, എന്നിട്ട് നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുക. ഓക്കെ, ഇനിയും ആർ യു ഗിവിങ് സം വൺ ആക്സസ് ടു യുവർ ആപ്ലിക്കേഷൻ? നമ്മൾ തന്നെയല്ലേ ചെയ്യുന്നത്, അപ്പോൾ നോ കൊടുക്കുക. ഓക്കെ, എന്നിട്ട് നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കാണെന്നുണ്ടെങ്കിൽ നമുക്ക് ബയോമെട്രിക്സിൻ്റെ ഡീറ്റെയിൽസ് ചോദിക്കും. നമ്മൾ ഓൾറെഡി 10 years ബയോമെട്രിക്സ് ചെയ്തു, യെസ് കൊടുക്കുക. ഇനി ഇതിന് ഫീസ് ഉണ്ട് ഈ ഒരു എക്സ്റ്റൻഷന് വേണ്ടിയിട്ട്, അപ്പം അത് നമ്മൾ കൊടുക്കുന്നുണ്ടോ, യെസ് കൊടുക്കുക. പിന്നെ ഡിജിറ്റൽ കോപ്പി മേക്ക് ചെയ്യാൻ നമുക്ക് ഇതുണ്ടോ എന്ന് നോക്കുക. നമുക്ക് സ്കാനറും ഒക്കെ നമ്മുടെ കയ്യിലുണ്ട്, യെസ് കൊടുക്കുക. ഓക്കെ, പിന്നെ നമ്മൾ എങ്ങനെയായിരിക്കും നമ്മൾ ഫീസ് ഓൺലൈനിൽ അടയ്ക്കുന്നുണ്ടോ? മാസ്റ്റർ കാർഡ്, കുറേ കാർഡ്സിൻ്റെ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്, യെസ് കൊടുക്കുക. ഓൺലൈൻ എന്താണ് നമ്മൾ കൊടുത്തല്ലേ വരത്തും. അപ്പോൾ നമ്മൾ കൊടുത്തിരിക്കുന്ന ആൻസേഴ്സ് എല്ലാം ഇങ്ങനെ വരും. എഡിറ്റ് ചെയ്യണമെങ്കിൽ എഡിറ്റ് ചെയ്യാൻ വീണ്ടും ജസ്റ്റ് ഒന്നും കൂടെ എല്ലാം ക്രോസ് ചെക്ക് ചെയ്ത് നോക്കുക, ഒന്ന് വായിച്ചു നോക്കുക എല്ലാം കറക്റ്റായിട്ടാണോ എഴുതിയേക്കുന്നതെന്ന്. കറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ കണ്ടിന്യൂ കൊടുക്കുക. ഓക്കെ, കണ്ടിന്യൂ ചെയ്യുമ്പോൾ നമുക്ക് 4 സ്റ്റെപ്പുകൾ വരും. നമ്മൾ 4 സ്റ്റെപ്പുകളാണ് ചെയ്യേണ്ടത്. ആദ്യത്തത് യൂസ് യുവർ അക്കൗണ്ട്, ലോഗിൻ ചെയ്തു നമ്മൾ ഓൾറെഡി. സേവ് യുവർ ആപ്ലിക്കേഷൻ, നമ്മൾ ആപ്ലിക്കേഷൻ ഫോം ഇപ്പം നമ്മൾ സേവ് ചെയ്തിട്ട് അതിൽ എഡിറ്റ് ചെയ്തിട്ട് സബ്മിറ്റ് ചെയ്യാൻ വേണ്ടി പോവാണ്. ഓക്കെ, പിന്നെ മൂന്നാമത്തെ ഓപ്ഷൻ ബാക്കിയുള്ള ഡോക്യുമെൻറ്റ്സ് അപ്ലോഡ് ചെയ്യുക. പിന്നെ നാലാമത് ഫീസ് പേ ചെയ്യുക. ഈ 4 കാര്യങ്ങളാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആദ്യത്തെ കാര്യം ചെയ്തു. രണ്ടാമത്തെ ഇനി ആപ്ലിക്കേഷൻ ഫോം ഡൗൺലോഡ് ചെയ്തിട്ട് അത് നമ്മൾ എഡിറ്റ് ചെയ്തിട്ട് സേവ് ചെയ്യാൻ വേണ്ടി പോവാണ്. സേവ് ചെയ്തിട്ട് അവിടെ കൊണ്ട് അപ്ലോഡ് ചെയ്യും. പിന്നെ ബാക്കിയുള്ള ഡീറ്റെയിൽസ് അപ്ലോഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഫീസും പേ ചെയ്യുക, സബ്മിറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം നമ്മൾ ഈ ആപ്ലിക്കേഷൻ ഫോം ഡൗൺലോഡ് ചെയ്യുമ്പോൾ ചുമ്മാ ക്ലിക്ക് ചെയ്താൽ നമുക്ക് കിട്ടത്തില്ല. നമുക്ക് നമുക്ക് കിട്ടാത്ത ഒരു ഓപ്പൺ ആവാത്ത പോലെ ഒരു പേജ് ഓപ്പൺ ആവും. അപ്പം ഇങ്ങനെ വരും, പ്ലീസ് വെയിറ്റ് എന്ന് പറഞ്ഞുകൊണ്ട്. അപ്പം നമ്മളിത് ഡൗൺലോഡ് ചെയ്തിട്ട് റൈറ്റ് ക്ലിക്ക് ചെയ്യുക, ഓപ്പൺ വിത്ത് അഡോബ് അക്രോബാറ്റ് കൊടുത്താൽ മാത്രമേ നമുക്ക് ഇതുപോലെ ഇങ്ങനെ ഓപ്പണായി കിട്ടത്തുള്ളൂ. നമ്മളിത് വാലിഡേറ്റ് ചെയ്യാൻ വേണ്ടി പോകണം, നമുക്ക് എഡിറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും ഇതിനകത്ത്. അപ്പോൾ UCI നമ്പർ കൊടുക്കുക. UCI നമ്പർ ഓൾറെഡി സ്റ്റഡി പെർമിറ്റിലുണ്ട്, അതനുസരിച്ച് UCI നമ്പർ എൻ്റർ ചെയ്യുക. ലാംഗ്വേജ് സെലക്ട് ചെയ്യുക. ഐ എം അപ്ലൈയിങ് ഫോർ വൺ ഓർ മോർ ഓഫ് ദി ഫോളോയിങ്. രജിസ്റ്റർ മൈ സ്റ്റാറ്റസ് സ്റ്റുഡൻറ്റ് കൊടുക്കുക. പിന്നെ ഫാമിലി നെയിം, ഗിവൺ നെയിം, നിങ്ങളുടെ ജനറൽ ഡീറ്റെയിൽസ് എല്ലാം ഫില്ല് ചെയ്യുക. എവിടെയാണ് ഇങ്ങനെ ഗ്രേ കളർ വരുന്നത് നമുക്കത് ഫില്ല് ചെയ്യാൻ പറ്റത്തില്ല, അത് ഓട്ടോമാറ്റിക്കലി അങ്ങനെ വരുന്നതാണ് നമ്മുടെ ആൻസേഴ്സിനെ ബേസ് ചെയ്തിട്ട്. പിന്നെ ഡേറ്റ് ഓഫ് ബർത്ത്, സിറ്റിസൺഷിപ്പ്, കൺട്രി ഓഫ് റെസിഡൻസ്, ഇപ്പം നമ്മൾ കാനഡയിലാണുള്ളത്. സ്റ്റാറ്റസ് വരുമ്പോഴത്തേക്കും സ്റ്റുഡൻ്റ് ആണ്. അപ്പോൾ അതെല്ലാം കറക്റ്റായിട്ട് തന്നെ ഫില്ല് ചെയ്ത് കൊടുക്കുക. ഇനിയും ഒരു ഡൗട്ട് വരുന്ന പ്രീവിയസ് കൺട്രീസ് ചോദിക്കുമ്പോഴത്തേക്കും നമ്മൾ കാനഡയിലോ ഇന്ത്യയിലോ നമ്മുടെ സിറ്റിസൺഷിപ്പിലോ എവിടെയാണോ അതോ അല്ലാതെ വേറെ എവിടെയെങ്കിലും 6 മാസത്തിൽ കൂടുതൽ പാസ്റ്റ് 5 yearsൽ നിന്നിട്ടുണ്ടോ, ഉണ്ടെങ്കിൽ യെസ് കൊടുക്കുക, അതിൻ്റെ ഡീറ്റെയിൽസ് താഴെ കൊടുക്കുക, അല്ലെങ്കിൽ നോ കൊടുത്താൽ മതി. ഓക്കെ, ഇനിയും പിന്നെ ഫില്ല് ചെയ്യേണ്ടത്
ഓക്കെ, നമ്മുടെ മാരേജ് ഡീറ്റെയിൽസ് ആണ്. അപ്പം എന്നാണോ ഡേറ്റ് ഓഫ് മാരേജ് അത് ഫില്ല് ചെയ്യുക. മാരീഡ് ആണെന്നുണ്ടെങ്കിൽ, ഇല്ലെന്നുണ്ടെങ്കിൽ താഴോട്ട് പോവുക. പിന്നെ കോമൺ ലോ റിലേഷൻഷിപ്പ് ഉണ്ടോ, ഉണ്ടെങ്കിൽ യെസ് കൊടുക്കുക, അല്ലെങ്കിൽ നോ ഇട്ട് കൊടുക്കുക. ഇനി പിന്നെ ലാംഗ്വേജസിനെ പറ്റി ചോദിച്ചിട്ടുണ്ട്. ലാംഗ്വേജസ് മലയാളം കൊടുക്കുക. ഐ യു ഏബിൾ ടു കമ്മ്യൂണിക്കേറ്റ് ഇൻ ഇംഗ്ലീഷ് ഓർ ഫ്രഞ്ച്, ഇംഗ്ലീഷ് കൊടുക്കുക. അത് ഓട്ടോമാറ്റിക്കലി പിന്നെ അടുത്തതെല്ലാം ഫില്ലായിക്കോളും. നമ്മൾ പ്രൊഫിഷ്യൻസി ടെസ്റ്റ് ചെയ്തിട്ടുണ്ട്. IELTS നമ്മൾ ഓൾറെഡി ചെയ്തിട്ടല്ല വന്നേക്കുന്നത്. യെസ് കൊടുക്കുക. ഇനി പാസ്പോർട്ട് നമ്പർ, പാസ്പോർട്ടിൻ്റെ എല്ലാ ഡീറ്റെയിൽസും കൊടുക്കുക. കൺട്രി ഓഫ് ഇഷ്യൂ, അതിൻ്റെ ഇഷ്യൂ ഡേറ്റ്, എക്സ്പയറി ഡേറ്റ്, കാര്യങ്ങളെല്ലാം ഫില്ല് ചെയ്യുക. പിന്നെ ഈ 5ഉം 6ഉം നമുക്ക് വേണ്ടതല്ല, നോ കൊടുത്താൽ മതി. നമ്മൾ നാഷണൽ ഐഡൻറ്റിറ്റി ഡോക്യുമെൻറ്റ്, പാസ്പോർട്ട് അല്ലാതെ ഏതെങ്കിലും നാഷണൽ ഐഡൻറ്റിറ്റി ഡോക്യുമെൻ്റ് ഉണ്ടോ, അത് നമുക്ക് മാൻഡേറ്ററി അല്ല. നോ കൊടുത്താലും കുഴപ്പമൊന്നുമില്ല. ഇപ്പം ഇൻ കേസ് നിങ്ങൾക്കിപ്പം പാൻ കാർഡ് ഉണ്ടെങ്കിൽ യെസ് കൊടുത്തിട്ട് പാൻ കാർഡിൻ്റെ ഡീറ്റെയിൽസ് കൊടുക്കാം. ഇപ്പോൾ ഒന്നും കൊടുത്തില്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല, നോ കൊടുത്താൽ മതി. ഇത് മാൻഡേറ്ററി ഒരു ഇൻഫർമേഷൻ അല്ല. യെസ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ബാക്കി ഫില്ല് ചെയ്യണമെന്നേ ഉള്ളൂ, ഇല്ലെങ്കിൽ നോ കൊടുത്താൽ മതി. ഇനി ഇഷ്യൂ ഡേറ്റ് ഒക്കെ കറക്റ്റായിട്ട് നോക്കുക. അതിൻ്റെ കാലണ്ടർ നോക്കി തന്നെ അത് ഫില്ല് ചെയ്യുക. അതെല്ലാം കറക്റ്റായിട്ട് തന്നെ കൊടുക്കുക. ഓക്കെ, അത് ഫില്ല് ചെയ്തിട്ട് നോ കൊടുത്താലും കുഴപ്പമൊന്നുമില്ല, താഴോട്ട് പോവുക. ഇപ്പം US PR കാർഡ് ഉണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ട്, നോ കൊടുക്കുക. ഇനി കോൺടാക്റ്റ് ഇൻഫർമേഷൻ, നമ്മുടെ മെയിലിംഗ് അഡ്രസ്സ് കറക്റ്റായിട്ട് തന്നെ കൊടുക്കുക. കാരണം നമുക്കിനി പോസ്റ്റൽ ത്രൂ ആണ് നമ്മുടെ സ്റ്റഡി പെർമിറ്റ് ഹാർഡ് കോപ്പി നമുക്ക് കിട്ടുന്നത്. അപ്പം നമ്മളിപ്പോൾ ചിലപ്പോൾ 1 മന്തിനുള്ളിൽ നമുക്ക് കിട്ടും, ചിലപ്പോൾ 2 മന്ത്സ് കഴിഞ്ഞിട്ടായിരിക്കും കിട്ടും. അപ്പോൾ നമ്മൾ എവിടെയാണോ താമസിക്കാൻ വേണ്ടി പോകുന്നത് കറക്റ്റായിട്ടുള്ള അഡ്രസ്സ് മാത്രം കൊടുക്കുക. അങ്ങോട്ടായിരിക്കും നമുക്ക് ഇടുന്നത്. കോൺഫിഡൻഷ്യൽ ഡീറ്റെയിൽസ് അല്ലേ, അപ്പോൾ നമുക്ക് കിട്ടുന്നത് പോലെ തന്നെ നമ്മൾ അഡ്രസ്സും പിൻകോഡും എല്ലാം കറക്റ്റായിട്ട് കൊടുക്കുക. അത് തെറ്റിപ്പോകരുത്. പിന്നെ കോഡും ഇമെയിൽ അഡ്രസ്സും ഫോൺ നമ്പറും കാര്യങ്ങളും എല്ലാം നമ്മുടെ ഫില്ല് ചെയ്യുക. ഓക്കെ, പിന്നെ ചോദിക്കുന്നത് നമ്മുടെ കാനഡ, കമ്മിങ് ഇൻ ടു കാനഡ ഡീറ്റെയിൽസ് ആണ്. അതിപ്പോൾ നമ്മുടെ ഒറിജിനൽ പോർട്ട് ഓഫ് എൻട്രി എവിടെയായിരുന്നു. ഇപ്പം നമ്മൾ ആദ്യം വന്നിപ്പം ലാൻഡ് ചെയ്ത് ടൊറൻറ്റോയിലാണെങ്കിൽ ടൊറൻറ്റോ കൊടുക്കുക. പിന്നെ സ്റ്റഡി പെർമിറ്റ് ഇഷ്യൂ ചെയ്ത ആ ദിവസം ഉണ്ട്, എന്നാണ് ലാൻഡ് ചെയ്ത് ആ ദിവസം കൊടുക്കുക. ഇപ്പോൾ മോൺട്രിയാൽ ത്രൂ വന്നവരാണെങ്കിൽ മോൺട്രിയാൽ എന്ന് കൊടുക്കുക. ഡേറ്റ് കൊടുക്കുക, ഇയർ മന്ത് ഡേറ്റ് ആ ഒരു ഫോമാറ്റിലാണ്. പിന്നെ പേർപ്പസ് ഓഫ് കമ്മിങ് ടു കാനഡ സ്റ്റഡിയാണ്. ഇനി ഇതിൻ്റെ ഇടയ്ക്ക് വേറെ എവിടെയെങ്കിലും പോയിട്ട് വന്നിട്ടുണ്ടോ, എവിടെയെങ്കിലും വേറെ പോർട്ട് ഓഫ് എൻട്രി ഉണ്ടായിട്ടുണ്ടോ ഈ ഇടയ്ക്ക്, ഉണ്ടെങ്കിൽ ഒന്ന് കൊടുക്കുക, അല്ലെങ്കിൽ ഒന്ന് കൊടുത്തു പോവുക. ഓക്കെ, അത് ഫില്ല് ചെയ്യേണ്ട, ഉണ്ടെങ്കിൽ ഒന്നും ഫില്ല് ചെയ്യേണ്ട. ഇനി നമ്മുടെ കോളേജിൻ്റെ ഡീറ്റെയിൽസ് ആണ് ചോദിച്ചിരിക്കുന്നത്. ഡീറ്റെയിൽസ് ഓഫ് ഇന്ത്യൻ സ്റ്റഡി ഇൻ കാനഡ. അപ്പം നമ്മുടെ കോളേജിൻ്റെ പേര് കൊടുക്കുക. ലെവൽ ഓഫ് സ്റ്റഡി PG ഡിപ്ലോമയാണോ, സർട്ടിഫിക്കറ്റ് കോഴ്സാണോ, ഫീൽഡ് ഓഫ് സ്റ്റഡി എന്ന് പറഞ്ഞാൽ ഹെൽത്ത് കെയർ ആണോ, ബിസിനസ് ആണോ, അങ്ങനത്തെ ഏതാണെന്ന് വെച്ചാൽ നിങ്ങളുടെ ഫീൽഡ് ഓഫ് സ്റ്റഡി സെലക്ട് ചെയ്യുക. ഇനിയും പിന്നെ കോളേജിൻ്റെ എല്ലാ അഡ്രസ്സും പിൻകോഡും സിറ്റി പ്രോവിൻസ് എല്ലാം കറക്റ്റായിട്ട് കൊടുക്കുക. പിന്നെ DLI നമ്പർ ചോദിച്ചിട്ടുണ്ട്. DLI ഇൻസ്റ്റിറ്റ്യൂഷനിൽ നമുക്ക് പഠിക്കാൻ പറ്റത്തുള്ളൂ, അപ്പോൾ അത് ഓഫർ ലെറ്ററിൻ്റെ മണ്ടയിൽ കാണും. അല്ലെങ്കിൽ IRCC കയറിയിട്ട് നിങ്ങളുടെ കോളേജിൻ്റെ DLI നമ്പർ എടുക്കുക, അതിവിടെ കൊടുക്കുക. ഇനിയും സ്റ്റുഡൻറ്റ് ID, പിന്നെ എക്സ്പെക്റ്റഡ് ഡ്യൂറേഷൻ ഓഫ് സ്റ്റഡി എന്ന് പറയുമ്പോഴത്തേക്കിനും ഇപ്പോൾ എൻ്റെ April 23 വരെയാണ് ക്ലാസ്. അപ്പം ഞാനൊരു എക്സ്ട്രാ 90 days കൂടെ ഇട്ടിട്ടാണ് 2 കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഫ്രം നമ്മളെന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് 2 കൊടുക്കുമ്പോൾ ഇപ്പം April 30 തീരുന്നെന്നുണ്ടെങ്കിൽ പ്ലസ് 90 days കൂടെ ഫ്രണ്ടിലോട്ട് ഇട്ടിട്ട് വേണം കൊടുക്കാൻ. ഞാൻ ഏപ്രിൽ തീരുന്നു, ജൂലൈയിലാണ് തീരുന്നതായിട്ട് കാണിച്ചിരിക്കുന്നത്. ചിലർക്ക് കോപ്പ് കാണും അല്ലേ, അപ്പോൾ തീർന്നു കഴിഞ്ഞാൽ 4 months കോപ്പ് കാണും, ഒരു 3 months കോപ്പ് കാണും. അപ്പോൾ അതെല്ലാം കൂടെ ആഡ് ചെയ്തിട്ട് നിങ്ങൾ 2 വെക്കണം. അപ്പോൾ ഒരു 90 days ഒരു മിനിമം ഇട്ടിട്ട് നിങ്ങൾ 2 വെച്ചോണം. അപ്പോൾ നമുക്ക് എനിക്കിപ്പം എക്സ്റ്റെൻഡ് ചെയ്ത് കിട്ടിയപ്പോൾ സെപ്റ്റംബർ വരെ കിട്ടി, കുറച്ചും കൂടെ എക്സ്റ്റെൻഡ് ചെയ്ത് കിട്ടി. ഓക്കെ, അപ്പോൾ കോസ്റ്റ് ഓഫ് മൈ സ്റ്റഡീസ്, ട്യൂഷൻ ടോട്ടൽ എത്രയാണോ എമൗണ്ട് നമുക്ക് അടയ്ക്കാനുള്ളത് അത് കൊടുക്കുക. ഫണ്ട്സ് അവൈലബിൾ ഫോർ മൈ സ്റ്റേ എന്ന് പറയുമ്പോഴത്തേനും അതിപ്പോൾ കറക്റ്റായിട്ട് കൊടുക്കണമെന്നില്ല, നിങ്ങളൊരു ഏകദേശം ഒരു എമൗണ്ട് കൊടുത്താൽ മതി. ഓക്കെ, അത് വലിയ അക്യുറേറ്റ് ആയിട്ട് കൊടുക്കണം എന്നൊന്നുമില്ല. പിന്നെ ഇനി സ്റ്റഡി പെർമിറ്റിൻ്റെ കൂടെ വർക്ക് പെർമിറ്റ് വേണമെന്നുണ്ടെങ്കിൽ, കോപ്പ് ഉണ്ടെങ്കിൽ യെസ് കൊടുക്കുക, കോപ്പ് ഇല്ലെങ്കിൽ നോ എന്ന് കൊടുക്കുക. പിന്നെ ക്യൂബക്കിൻ്റെ ഡീറ്റെയിൽസ് ചോദിച്ചിട്ടുണ്ട് അവിടെ, അത് നിങ്ങൾ ക്യൂബക്കിൽ നിന്നാണ് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ യെസ് അതിൻ്റെ ഡീറ്റെയിൽസ് കൊടുക്കുക. എഡ്യൂക്കേഷൻ നിങ്ങൾ 12th കഴിഞ്ഞിട്ട് നാട്ടിൽ ഡിഗ്രിയോ PG ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ് കൊടുക്കുക. പിന്നെ എംപ്ലോയ്മെൻറ്റ് ഡീറ്റെയിൽസ് ഉണ്ട്, അതും നിങ്ങൾ എല്ലാം ലേറ്റസ്റ്റ് ആയിട്ട് കൊടുക്കണം. അപ്പോൾ നമ്മൾ PG ചെയ്ത ആളാണെങ്കിൽ ആദ്യം PG കൊടുക്കുക, പിന്നെ ഡിഗ്രി കൊടുക്കുക. പിന്നെ എംപ്ലോയ്മെൻറ്റ് അതുപോലെ തന്നെ ലേറ്റസ്റ്റ് ആദ്യം കൊടുക്കുക, പിന്നെ അങ്ങ് താഴോട്ട് ബാക്കി കൊടുക്കുക. പിന്നെ ബാക്ക്ഗ്രൗണ്ട് ഇൻഫർമേഷൻ ഒക്കെ എന്ന് പറയുമ്പോൾ കൂടുതലും നിങ്ങൾ മെഡിക്കൽ എടുത്തിട്ട് കാര്യങ്ങൾ, എന്തെങ്കിലും അസുഖങ്ങളുണ്ടോ, പിന്നെ സ്റ്റഡി പെർമിറ്റ് റിജക്റ്റ് ആയി പോയിട്ടുണ്ടോ, പിന്നെ എന്തെങ്കിലും ബാക്ക്ഗ്രൗണ്ട് ക്രിമിനൽ ഒഫൻസ് ഉണ്ടായിട്ടുണ്ടോ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ചോദിക്കുന്നത്. അപ്പോൾ എല്ലാം നോ കൊടുക്കുക. ഇനി ഇൻ കേസ് നിങ്ങളുടെ എന്തെങ്കിലും റിജക്റ്റ് ആയി പോയിട്ടുണ്ടെങ്കിൽ ലെസ് കൊടുക്കുക. അതിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി ഒരു ബോക്സ് കൊടുത്തിട്ടുണ്ട്, അവിടെ നിങ്ങൾ കറക്റ്റായിട്ട് എഴുതിയാൽ മതി. ബാക്കി
കുഴപ്പമൊന്നുമില്ല. പിന്നെ വരുന്നത് നമ്മുടെ ഒരു ഡിക്ലറേഷൻ ഫോമാണ്. ആ ഡിക്ലറേഷൻ ഫോമിൽ നമ്മൾ യെസ് കൊടുത്തിട്ട് അതിൻ്റെ നമ്മൾ സിഗ്നേച്ചറിന് പകരം നമ്മുടെ ഫുൾ നെയിം എഴുതിയാൽ മതി, ടൈപ്പ് ചെയ്താൽ മതി. പിന്നെ ഇയർ, മന്ത്, ഡേറ്റ് ആ ഒരു ഫോമാറ്റിൽ നമ്മൾ നമ്മുടെ അന്നത്തെ ഡേറ്റും ഇടുക, നമ്മൾ എന്നാണോ ചെയ്യുന്നത് ആ ഡേറ്റും ഇടുക. എന്നിട്ട് വാലിഡേറ്റ് എന്ന് പറയുന്ന ഓപ്ഷനുണ്ട്, അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അവർ വാലിഡേറ്റ് ചെയ്യും. ഏതെങ്കിലും മാൻഡേറ്ററി ഇൻഫർമേഷൻ ഇല്ലെങ്കിൽ നമുക്കത് ഫില്ല് ചെയ്യേണ്ടി വരും. അല്ലെങ്കിൽ വാലിഡേറ്റിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഇതുപോലെ കുറേ ബാർകോഡ്സ് വരും. അപ്പോൾ അത് വന്നു കഴിയുമ്പോൾ നമ്മളിത് സേവ് ചെയ്യുക. എന്നിട്ട് ഇതുകൊണ്ട് അപ്ലോഡ് ചെയ്യുകയാണ് നമ്മൾ ചെയ്യുന്നത്. ബാക്കി നമ്മുടെ ആപ്ലിക്കേഷൻ IRCC സൈറ്റിൽ കൊണ്ടുപോയിട്ട് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ ബാക്കി അപ്ലോഡ് ചെയ്യുക. വാലിഡേറ്റിൽ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കിനും നമുക്ക് ആ ബാർകോഡ് കിട്ടും. സേവ് ചെയ്യുക. എന്നിട്ട് ആ കറക്റ്റ് അത് തന്നെ വേണം നിങ്ങൾ അപ്ലോഡ് ചെയ്യാൻ കേട്ടോ. ഡൗൺലോഡ് ചെയ്തിട്ടിരിക്കുന്ന ആവരുത്. അപ്പം അത് നോക്കുക, നമ്മൾ ഫില്ല് ചെയ്തേക്കുന്ന ഡോക്യുമെൻ്റ് തന്നെയാണോ അപ്ലോഡ് ചെയ്യാൻ വേണ്ടി പോകുന്നത്, അത് അപ്ലോഡ് ചെയ്യുക. എന്നിട്ട് ബാക്കിയുള്ള ഡോക്യുമെൻറ്റ്സ്, താഴെ കൊടുത്തിരിക്കുന്ന ഡോക്യുമെൻറ്റ്സ് എല്ലാം നമ്മൾ ഓൾറെഡി ഡെസ്ക്ടോപ്പിൽ ഇട്ടിരിക്കുന്ന എല്ലാം ഡൗൺലോഡ് ചെയ്യുക, അപ്ലോഡ് ചെയ്യുക. പിന്നെ ഇതുപോലെ തന്നെ എഗ്രി കൊടുക്കുക. ഗിവൺ നെയിം, ലാസ്റ്റ് നെയിം, ഫേവറേറ്റ് ഫ്ലവർ ഏതാണ് നമ്മുടെ സെക്യൂരിറ്റി ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് അതും എടുക്കുക. അത് നമ്മൾ വെച്ചിട്ട് സബ്മിറ്റ് ചെയ്യുക. അത്രേ ഉള്ളൂ. ഓക്കെ. അപ്പോൾ ഇത്രയും ചെയ്ത് കഴിയുമ്പോഴത്തേക്കിനും നമുക്ക് ഒരു ഇപ്പം ചിലർക്ക് 1 മന്ത് എടുക്കും, ചിലർക്കാണെന്നുണ്ടെങ്കിൽ 2 മന്ത്സ് എടുക്കും, ചിലർക്ക് 1 വീക്കിനുള്ളിൽ ശരിയാകും. അപ്പോൾ നമുക്കൊരു മെയിൽ വരും IRCCയുടെ. നമുക്ക് വിസയ്ക്ക് നമ്മൾ വെച്ചപ്പോൾ കിട്ടുന്ന പോലത്തെ തന്നെ നോ റിപ്ലൈ എന്നൊക്കെ പറഞ്ഞുകൊണ്ടൊരു മെയിൽ വരും. ആ മെയിലിനകത്ത് നിന്ന് നമുക്കറിയാൻ വേണ്ടി പറ്റും എക്സ്റ്റൻഷൻ അപ്രൂവ്ഡ് ആയോ ഇല്ലയോ എന്നൊക്കെ. അപ്പം അപ്രൂവ്ഡ് ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് കയറി നോക്കുക. എന്നിട്ട് നമുക്കൊരു 6 വീക്സിനുള്ളിൽ നമ്മുടെ പോസ്റ്റൽ ത്രൂ നമുക്ക് ഹാർഡ് കോപ്പി കിട്ടും. 6 വീക്സ് ഒന്നും എടുക്കത്തില്ല, ഒരു 1 or 2 വീക്സേ എടുക്കത്തുള്ളൂ. അപ്പോൾ നമുക്ക് ഹാർഡ് കോപ്പി കിട്ടും. ആ ഹാർഡ് കോപ്പി കിട്ടിയാൽ തന്നെ നമുക്ക് പുതിയ SIN നമ്പർ എടുക്കാൻ വേണ്ടി പോകാം. അപ്പോൾ ഇത്രേ ഉള്ളൂ പ്രോസസ്സ്.